നമസ്കാരം. ഞാൻ മൊയ്തീൻ. രാഷ്ട്രീയ ലോക്ദളിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. പണ്ടൊരിക്കൽ ഒരു പ്രതിക്ക് വേണ്ടി വക്കീല് കേസ് നടത്തി. പ്രതിയെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രതി ജയിച്ചു. അത് കഴിഞ്ഞ് ഈ പ്രതിയെ ജയിക്കുമ്പോൾ വാദി എന്ത് ചെയ്യും? വാദി അപ്പീൽ പോവും. അപ്പീൽ പോയപ്പോഴേക്കും ആ കസേരയിൽ ജഡ്ജിയായിട്ട് വന്നത് ഈ വക്കീലാണ്. ആ വക്കീല് ആ പ്രതിയെ ശിക്ഷിക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നപ്പോൾ പഴയ കേസ് വായിച്ച് വക്കീൽ ചോദിച്ചു, താങ്കൾ അന്ന് അങ്ങനെ പറഞ്ഞു, ഇന്നിപ്പോൾ ഇങ്ങനെ പറയുന്നതാന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ രസകരമാണ്, എന്നറിയോ? അന്ന് ഞാൻ എൻ്റെ പ്രതിയുടെ വക്കീലായിരുന്നു. പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു. ഇന്ന് ഞാൻ നീതിമാനാണ്, ജഡ്ജാകുമ്പോൾ നീതി പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും ഒന്നും മാറ്റമാണ്. അതുപോലെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും കാലം പ്രവർത്തിച്ച പോലെയുള്ള ഒരു പോളിസിയല്ല ഞങ്ങൾ ഇന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന മുന്നണിയുടെ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഒരു ഘടകകക്ഷിയല്ല, ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചരൺ സിംഗ്, അദ്ദേഹത്തിൻ്റെ മകൻ കേന്ദ്രമന്ത്രിയായ അജിത് സിംഗ്, അദ്ദേഹം കഴിഞ്ഞ കോവിഡ് മൂലം മരിച്ചുപോയി. അധികം പ്രായമൊന്നുമില്ല. പകരം വന്ന അദ്ദേഹത്തിൻ്റെ മകൻ ജയന്ത് ചൗധരിയാണ്. വെറും 44 വയസ്സ്. അദ്ദേഹം ഇന്ന് കേന്ദ്രമന്ത്രിയാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ കാണാൻ ചെന്നിരുന്നു. പക്ഷേ അന്നേ സന്ദർഭവശാൽ അപ്രതീക്ഷിത യാത്രയുണ്ട്. അദ്ദേഹം ഫ്രാൻസിലായത്. ഇന്ന് എത്തുള്ളൂ. ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി ജനറൽ സെക്രട്ടറി മറ്റെല്ലാ ടീമും എം പിമാരൊക്കെ സംസാരിച്ച് ധാരണയിലെത്തി. ഞങ്ങൾ ആ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാലേക്ക് ഇനിയുള്ള ഞങ്ങളുടെ പാർട്ടിയുടെ പോളിസിയിൽ ചെറിയൊരു മാറ്റം വന്നേക്കാം. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്, അത് പോളിസി മാറ്റമാണ്. അപ്പോൾ കാര്യങ്ങൾ പറയാം. ബഹുമാന്യര്, വൈക്കം അബ്ദുൽ ഖാദർ അദ്ദേഹത്തിൻ്റെ ജന്മദിന വാർഷികമാണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രവർത്തിച്ച 26-28 വയസ്സിലെ മറ്റാണ് മരിച്ചത്. അതുപോലെ മറ്റൊന്ന്, കുഞ്ഞാണ്ടി എന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ കലാകാരൻ, രൂപത്തിലും ഭാവത്തിലും പ്രവൃത്തിയെല്ലാം കഴിഞ്ഞ കലാകാരൻ. അദ്ദേഹത്തിന് അതാണ് സ്മൃതിദിനം. അതിനേക്കാൾ ഉപരി സെപ്റ്റംബർ 12-ാം തീയതി, ഇന്ന് സെപ്റ്റംബർ 15 12-ാം തീയതി ഫിറോസ് ഗാന്ധിയുടെ ജന്മദിനം കൂടിയാണ്. അതുകൊണ്ട് ആരായിരുന്നു ഫിറോസ് ഗാന്ധിയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞ് നമ്മൾ വിഷയത്തിൽ കിടക്കാം. അത് മറ്റൊന്നുമില്ല. നമ്മൾ പറയും ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവാണ്, നെഹ്റുവിൻ്റെ മരുമകനാണ്, അങ്ങനെയൊക്കെ പറയും. രാഹുൽ ഗാന്ധിയുടെ അച്ഛനാണ് എന്നൊക്കെ പറയും. അത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നെഹ്റു പോലും ശ്രദ്ധിക്കപ്പെടുകയോ ഒരു പരിധിവരെ ഭയപ്പെടുകയോ ചെയ്തിരുന്ന ഒരു പക്ക രാഷ്ട്രീയക്കാരനാണ് ഫിറോസ് ഗാന്ധി. ആ ഫിറോസ് ഗാന്ധിയുടെ പേരിൽ ഞങ്ങളുടെ സംഘടനയാക്കിയാണ് ഓപ്പൺ ഫോറം ഫോർ ഫിറോസ് ഗാന്ധി, OFF ഓഫ് എന്നുള്ള അക്ഷരം. ആ സംഘടനയുടെ പേരിലാണ് കഴിഞ്ഞ 111ാമത് ജന്മദിനം കഴിഞ്ഞ സെപ്റ്റംബറിൽ 12-ാം തീയതി ഞങ്ങൾ എറണാകുളത്ത് ആഘോഷിച്ചു. ഇത്തവണ പ്രത്യേക ആചാരം നടത്തിയില്ല, എങ്കിലും അതിൻ്റെ പറയുകയാണ് ഡേറ്റ് വയ്ക്കും. ബഹുമാന്യരെ, പിണറായി സഖാവ്
ഇപ്പോൾ ഇടതുപക്ഷം വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം കേരള രാഷ്ട്രീയം. അത് ഒറ്റ വഴിയേ ഉള്ളൂ. പണ്ടൊരു നമ്മുടെ മലയാളി മന്ത്രി ആന്ധ്രയിൽ അരി കുംഭകോണത്തിൽ സമരം ചെയ്ത് തടക്കു വന്നപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ആളോഹരി കേരളത്തിൽ ആളോഹരി 4 പൈസയാണ് വരുന്നത്, അത് നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ എന്ന് പറഞ്ഞ് അദ്ദേഹം മാപ്പ് ചോദിച്ച് ക്ഷമിച്ചായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ചില വീഴ്ചകളും തെറ്റുകളൊക്കെ സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ട് എല്ലാം സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടാണ് മനുഷ്യൻ ചെയ്യുന്നത്. അല്ല ജന്മനാ കുറ്റവാളികൾ ജനിക്കുന്നില്ല, ആ സാഹചര്യങ്ങളാണ് നല്ല ചീത്തത്. അങ്ങനെ വന്നു വിട്ടുണ്ടെങ്കിൽ കേരള ജനതയുടെ മുമ്പിൽ സംഘർഷമാണ് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ട് അത് തിരുത്തണം, ഞാൻ വേണ്ടി നടപടി എടുക്കാം എന്ന് ഒരു ക്ഷമാവാക്ക് പറഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ. അത് അദ്ദേഹം തയ്യാറാവുമെങ്കിൽ. അപ്പോൾ ഒരു കാര്യം പറയാം, അതായത് ആഭ്യന്തര വകുപ്പിൻ്റെ ലോ ആൻഡ് ഓർഡർ ഇരിക്കുന്ന ഇപ്പോഴത്തെ ADGP അദ്ദേഹം RSS 2 നേതാക്കളെ ഏതാനും ദിവസങ്ങളിൽ കണ്ടു എന്നുള്ളതാണ്. RSS നേതാവിനെ ഒരാളിന്ന് കാണുന്നത് കുറ്റമെന്ന് പറയാൻ പറ്റില്ല. അതാണല്ലോ ഷംസീർ പറഞ്ഞത്, ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് RSS വിരുദ്ധയുടെ പേരിൽ അധികാരത്തിൽ കയറിയ പാർട്ടിയാണ്. അങ്ങനെ വരുമ്പോൾ അവരുടെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിക്കുന്ന ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ രഹസ്യമായിട്ട് സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ ഏതാനും ദിവസങ്ങളൊക്കെ ട്രിവാൻഡ്രത്തും തൃശ്ശൂരും വെച്ച് കണ്ടു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഇടതുപക്ഷ ഗവൺമെൻറ്റിനുണ്ട്. ഇല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ മുൻ ഘടകകക്ഷികളായ CPI, ഇപ്പോൾ RJD, ഈ RJDയുടെ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റ് ഞാനായിരുന്നു. അതിനുശേഷം വന്നതൊക്കെ അപ്പോൾ അതൊക്കെ ശക്തമായി എതിർക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ അല്ലെങ്കിൽ അവർക്കത് വോട്ടിൻ്റെ വ്യത്യാസം വരാം. അപ്പം നമ്മൾ മുഹമ്മദ് ഷിഹാസ്, ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ മിനിയാന്ന് പറഞ്ഞു, പിന്നെ അൻവർ എടുത്തിരിക്കുന്ന ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർജിയെ പോലെയുള്ളവരെന്നും അത്തരം ഭാഷ ഉപയോഗിച്ചത് തെറ്റായിപ്പോയെന്ന് ഞാനാണ് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ഗ്രൂപ്പാണ്. ഷിഹാസൊക്കെ ഇന്നലെ പറഞ്ഞത്, ഇന്നൊക്കെയാണ്. ഞങ്ങൾ മിനിയാന്ന് തന്നെ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ ജയശങ്കർജി പറഞ്ഞ് ശരിയാകട്ടെ തെറ്റാകട്ടെ, ചിലപ്പോൾ തെറ്റായിരിക്കാം. പക്ഷെ എങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു MLA എന്ന നിലയിൽ അത്രയും മോശമായ ഭാഷ പറയുന്നത് ശരിയല്ല. അൻവറിൻ്റെ കാണിച്ച അതേ ബുദ്ധിമോശമാണ്. ഷിഹാസിൻ്റെ സ്നേഹിതനും കൂടിയാണ്, എൻ്റെ അനുജനും കൂടിയാണ്. DC പ്രസിഡന്റ് സാമാന്യം തെറ്റില്ലാത്ത പ്രവർത്തിക്കുന്ന ഒരു കുറച്ച് പ്രാപ്തിയും ആത്മാർത്ഥതയുള്ള നേതാവാണ്. ഇന്നലെ നാളെ ഒരുപക്ഷെ ആലുവയിൽ ഇലക്ഷൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ അൻവർ സാദത്തിന് ഇപ്പോൾ ചാൻസ് കിട്ടുമല്ലോ, 2 വർഷമായല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഇക്കാര്യത്തിൽ അൻവർ കാണിച്ച പിടിപ്പികേടാണ് ഷിഹാസെ നിങ്ങൾ കാണിച്ചത്. കാരണം ജയശങ്കർജി ആരാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ എല്ലാവർക്കും ഏതാണ്ട് അറിയാം. ഒരു സംഘപരിവാർ അനുഭാവിയും സംഘപരിവാറിന് വേണ്ടി ചിന്തിക്കുന്ന ആളുമാണ്. അതിലൊന്നും കുറ്റപ്പെടുത്താനില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാരനായ നിങ്ങൾ, അതൊരു മുസ്ലിമായ നിങ്ങൾ പരസ്യമായിട്ട് വാദിച്ചാൽ നല്ല ഇലക്ഷൻ നേരിടുമ്പോൾ കല ഒടിച്ചല്ലോ ഷിഹാസെ. അതായത് ഷിഹാസിൻ്റെ നേതാവ് രമേശ്ജിക്ക് പറയാം, രമേശ്ജിയുടെ മണ്ഡലം ഹരിപ്പാടാണ്, അവിടെ മുസ്ലിങ്ങളില്ല, വളരെ അപൂർവമുള്ളൂ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നമ്മുടെ ഗവർണർ അനുകൂലമായിട്ട് പറയാം, അത് സംഘപരിവാറിന് അനുകൂലം വരാം. പക്ഷെ അദ്ദേഹത്തിന് അവിടെ മുസ്ലിങ്ങളില്ല തിരുവഞ്ചൂരിൽ. പ്രത്യേകിച്ച് കുറേ നായർ പ്രമാണികൾക്ക് RS അനുഭാവിയാണ്, അവർക്ക് വോട്ട് പുള്ളി കിട്ടണം, അതിന് പുള്ളി പറയണം. ഇലക്ഷൻ ജയിച്ചെടുക്കല്ലേ. അൻവറിൻ്റെ അവിടെ വേണമെങ്കിൽ RS വിരോധം പറയാം, അൻവറിൻ്റെ മേഖല അതാണ്. പക്ഷെ ഷിഹാസിൻ്റെ ഈ കളി നാളെ ഇലക്ഷൻ വരുമ്പോൾ എന്താണ് ഇതിനൊക്കെ 100 ഇരട്ടിയിൽ പ്രതിപക്ഷം പണ്ടക്കാഴ്ച നിരത്തൂല്ലേ ഷിഹാസെ? എന്താ മോനെ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങളിവിടെയൊക്കെ ബുദ്ധി അല്ല, മൗനം വിദ്വാൻ ഭൂഷണം.
നിങ്ങൾ അവിടെയൊക്കെ മയമായിട്ടാണ് നിൽക്കേണ്ടത്. നിങ്ങൾ ജയശങ്കറിന് വാദിച്ചാൽ ജയശങ്കറിൻ്റെ കൂടെ നിൽക്കുന്ന ഒരൊറ്റ RS വോട്ടും കോൺഗ്രസിനും കിട്ടില്ല. കാരണം RSന് വോട്ടെ സംബന്ധിച്ച് പരമാവധി വോട്ട് പിടിച്ചേ തീരൂ, അല്ലെങ്കിൽ അവർ മോശമാണ്. പിന്നെ അത് ബുദ്ധിമോശമാണ് കാണിച്ചതെന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഞാനൊക്കെ അതിബുദ്ധിമാനല്ല, നിങ്ങളൊക്കെ വലിയ ബുദ്ധിമാനാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പല അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഈ സംഭവം ഉണ്ടായി. പിണറായി സഖാവ് ഒരു പറയാനും പറ്റില്ല, പറയാതിരിക്കാനും വയ്യാത്ത അവസ്ഥ. അദ്ദേഹം പെട്ട് കിടക്കണം. ഞാനൊരിക്കലും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. എന്തുകൊണ്ടെന്നറിയോ? സാഹചര്യം കൊണ്ട് മനുഷ്യൻ പെട്ടുപോയി. ഇപ്പോൾ പുലിവാല് പിടിച്ച പോലെയാണ്. പുലിവാല് പിടിച്ച പോലെയാണ്. വിടാനും പള്ളി എടുക്കാനില്ല. എടുത്തു കഴിഞ്ഞാൽ, ഒരു നടപടി എടുത്ത് അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ, കേന്ദ്ര ഗവൺമെൻറ് CBI ചെയർമാനൊക്കെ നിയമിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പിണറായിയുടെ മുകളിലല്ലേ, അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. ഇട്ടില്ലെങ്കിൽ അണികൾ പോവും. വലിയൊരു പ്രതിസന്ധിയിൽ അതൊരു അവസാനം തമാശ രൂപേണ പറഞ്ഞാൽ, എപ്പോഴും പറയുന്നത് എന്തെങ്കിലും തമാശ പറയുന്നത് എപ്പോഴും ഗൗരവത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ ഈ തമാശ വീണ ഉഴൂർ വിജയനെ പോലെ, അതേപോലെ അദ്ദേഹമൊന്നല്ല, അതുപോലെ അതായത് ഒരു ബസ് യാത്ര വെച്ച് ഒരു നമ്പൂതിരി, അതൊക്കെ ഇന്ത്യൻ ടൈ ആണല്ലോ സാറ് വീഴുന്നത്. ഒരു കാലം കൂടെ ഉണ്ടാകുന്ന അവർ ഒറ്റ മുണ്ടുമാണ്, തോർത്തും ഉണ്ടാവും, ഷർട്ട് ഇടാവുന്ന കാലം പണ്ട് കാലത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാധനം താഴെ പോയി. ആ സാധനം എടുത്ത് കുടയിൽ കത്ത് വലിയ കാലം കുടയിൽ വെച്ച് ബലമായിട്ട് പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ മാല മോശം പോയി. അവർ കണ്ടു നിന്നപോലെ ഒരാൾ പറഞ്ഞു, ഇദ്ദേഹം കുനിയുന്നാണ്ട് തോന്നി. അപ്പോൾ കാണിട്ടെന്ന് വെച്ച് കാണിക്കില്ല. അപ്പോൾ സംശയമില്ലേ, കാണിക്കുന്നറിയോ? അദ്ദേഹത്തിൻ്റെ ആ ഇന്ത്യൻ ടൈ എന്ന് പറഞ്ഞാൽ കോണവാല് എന്തോ പൊട്ടി താഴെ പോയതാണ്. അതാണ് എടുത്ത് ആ കളയാതെ കുടയിൽ ഇത് വെച്ചത്. അപ്പോൾ അദ്ദേഹത്തെ അത് പറയാനും പറ്റാത്ത അവസ്ഥ വന്ന്, പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥ വന്ന്. അവസരം ബലമായിട്ട് പറയുമ്പോൾ ആൾക്കാർ നോക്കി എന്തുപോട്ടെ. അപ്പോൾ അതുപോലെ പിണറായി സഖാവ് ഇപ്പോൾ തികച്ചു പുലിവാൽ പിടിച്ചിരിക്കുക. ഒന്നാമത്തിലും വയസ്സായി, രോഗിയായി, പല പ്രശ്നങ്ങളുണ്ട്. എൻ്റെ പൊന്ന് സഖാക്കളെ, കോൺഗ്രസ്സുകാരെ, പാർട്ടിക്കാരെ, BJPക്കാരെ, ഈ രാഷ്ട്രീയത്തിന് പേരും പറഞ്ഞ് മനസ്സമാധാനം കളഞ്ഞ് എത്ര പേരാണ് കാലയവനിക്കുള്ളിൽ വീഴുന്നത്. എന്തൊരു ടെൻഷൻ എടുത്താണ് നമ്മുടെ ഇപ്പോൾ സീതാറാം യെച്ചൂരി. സമയം തെറ്റില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ചെയിൻ സ്മോക്കറൊക്കെ ആയിരുന്നു. അങ്ങനെ വന്ന അസുഖം, ശ്വാസകോശ സംബന്ധമായ അസുഖം വന്ന് മരിച്ചു പോയത്. അങ്ങനെ എത്രത്തിൽ ആൾക്കാരാണ് അന്ത്യം പോകുന്നത്. എന്താണ് ഈ ടെൻഷനാണ്. നമുക്ക് മനുഷ്യർ താങ്ങാനൊരു കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ മനസ്സിന്. ആ കപ്പാസിറ്റി അപ്പുറത്ത് പോയാൽ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ പല സമയത്ത് പ്രസംഗിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചൊക്കെ വരുമ്പോഴല്ലോ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ എന്ത് വെച്ചാൽ പിന്നെ എടുക്കുന്ന സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായി സഖാവ് പിന്നെ ഒന്ന് ബുദ്ധിപൂർവ്വം കാണിച്ചില്ലെങ്കിൽ അത് പാർട്ടിക്കും ക്ഷീണം ചെയ്യും, പ്രസ്ഥാനത്തും ക്ഷീണം ചെയ്യും, LDFും ക്ഷീണം ചെയ്യും. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? സീതാറാം യെച്ചൂരി മരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവദാഹമല്ല, അത് മെഡിക്കൽ കോളേജ് കൊടുക്കരുത്, അടുത്തത് പകരം ഒരാളെ വഹിക്കണം. അങ്ങനെ സെക്രട്ടറിമാരായിരിക്കെ മരിച്ച ചരിത്രം ഇല്ലാത്തതുകൊണ്ട് പുതിയൊരു അനുഭവമാണ്. പക്ഷെ എങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അത് എത്തിയിരിക്കുന്നത് ഒരു പുതുമുഖങ്ങൾക്ക്. ഈ ഇന്ത്യൻ ജനസംഖ്യയിലാണ് 22% ദളിതുകൾക്ക്, 20% ഉള്ള മുസ്ലിങ്ങൾക്ക്. ഇവർക്കൊന്നും ഈ പ്രസ്ഥാനം മാന്യമായ ഒരു അംഗീകാരം കൊടുത്തില്ല. ഇവിടെ BJP ആണെങ്കിൽ BJP ആണല്ലോ, ദളിതുകൾക്ക്, പിന്നോക്കന്, മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം അടുക്കുന്തോറും അവർ അകന്നു പോകണം, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? ഇപ്പം ചെറുപ്പക്കാരെന്ന് പറയാവുന്ന ആരെങ്കിലും ഉണ്ടോ? യുവരക്തം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ? ഈ പടുവൃദ്ധന്മാരില്ലാതെ, ഈ പടുവൃദ്ധന്മാരെ കൊണ്ട്, ഈ തത്തമ്മ പൂച്ച എന്ന് പറയുന്ന ഈ മേധാവികളുടെ പ്രവൃത്തി കൊണ്ട് ഇന്ത്യ രാജ്യം സംഭവിക്കുന്ന വെച്ചാൽ വലിയ പ്രതിസന്ധിയല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും വാസ്തവത്തിൽ നശിക്കാൻ പാടില്ലെന്നേ. ഇവിടെ BJP പോലെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ, കോൺഗ്രസ് പോലെ, സംഘപരിവാർ എല്ലാ പ്രസ്ഥാനങ്ങളും വേണം. ഒരു പ്രസ്ഥാനം നശിക്കാൻ പാടില്ല അമിതമായിട്ട്. ഇത് CPMനെ നശിക്കാൻ പോലെ കേരളത്തിലെ സ്ഥിതി എന്താണ്? CPMൻ്റെ ഇപ്പോൾ ദേശീയ ലെവലിലോ എവിടെ എത്തിയവർ? കേരളം പോലും ആകെ ഒരു തുരുത്തനായ കേരളം, ആ കേരളം പോലും പോകാൻ സാധ്യതയാണ് കാണുന്നത്.
അതെല്ലാം കഴിവുകൾ കൊണ്ടും വക്രബുദ്ധി കൊണ്ടാണ്. ഇത്രയും കാലഘട്ടത്തിൽ ഏതാണ്ട് 100 വർഷമായി ആകാൻ പോകുന്നു. എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രത്തിൽ എവിടെ എത്തി? കുറ്റം വലുതും പറയാം. 2 സീറ്റ് ഉണ്ടായിരുന്ന BJP ഇന്ന് 10 വർഷമായിട്ട് ഒറ്റക്കും ഇപ്പോൾ പേരിന് മുന്നിൽ ചേർത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായിട്ട് ശരിയാകത്ത് ഇത്തരം ഒരു രാഷ്ട്രമല്ലേ, അതിനുമ്പും ഭരിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ? നിങ്ങൾക്കൊരു അവസരം കിട്ടിയില്ലേ ജ്യോതി ബാസുവിനെ പ്രധാനമന്ത്രിയാക്കാനായിട്ട്? ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു CPM-ൻ്റെ ആൾ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ അത് രാഷ്ട്രീയപരമായിട്ട് നിങ്ങൾ എത്ര നേട്ടം ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അന്നെന്താ പറഞ്ഞ്, എനിക്ക് കിട്ടാത്ത സ്ഥാനം മറ്റുള്ളവർക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് ചെയ്തില്ല. ഇത്രയും മണ്ടത്തരല്ലേ, ഏറ്റവും വലിയ മണ്ടത്തരം, വിഡ്ഢിത്തരല്ലേ. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നതാണ് പാർട്ടി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും ഈ നെറികെട്ട് നേതാക്കളെ പറയേണ്ടവർ. കാരണം കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല, അതുകൊണ്ട് നശിപ്പിക്കുകയാണ് 100 വർഷമായിട്ടും. അതുപോലെ ഒരു പാർട്ടി ഉള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ്. ആ മുസ്ലിം ലീഗും ഇനി ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതംബരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ പോകരുത്. ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് അധ്വാനിക്കുന്ന വർഗത്തിന്, സാധാരണക്കാർക്ക്, വിശപ്പിൻ്റെ വില അറിയുന്നവർക്ക്, വിശപ്പിൻ്റെ വില അനുഭവിക്കുന്നവർക്കെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലുള്ളവർക്ക് സപ്പോർട്ട്, സഹകരണം ആവശ്യമാണ്. ആ പ്രസ്ഥാനമാണ് ഇന്ന് ഇന്ത്യയിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആകാനൊന്നുമില്ല. ഇനി പണ്ട് പിന്നെ CH പറഞ്ഞ പോലെ കോടി കാണികൾ റെയിൽവേ സ്റ്റേഷനിൽ പോണ്ടി വരും, ബാക്കിയില്ല. അത്ര കണ്ട് അതംബരിച്ചില്ലേ. എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾ AKG സെറ്റിൽ റിസർച്ച് വെക്കുന്നുണ്ടല്ലോ, അതിൽ കുറേ യുവാക്കൾ കാണില്ലേ. എന്തുകൊണ്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ക്ലച്ച് പിടിക്കാത്തത്? മുസ്ലിം ലീഗിനെ കുറിച്ച് വിട്ടല്ലേ, അവർക്ക് ആ റിസർച്ച് വിങ്ങൊന്നുമില്ല. അവർ ആ മലപ്പുറത്തുള്ള കുറേ ബിരിയാണിയൊക്കെ കഴിച്ച് സുഖച്ച് സൂലു ജോലി പോകുന്നല്ലാതെ രാജ്യം നന്മയോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. അവരെ കുറേ സിൽബന്ധികൾക്ക് എന്തെങ്കിലും സ്ഥാനം കിട്ടുമെന്നല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഇന്നിപ്പോൾ അവർക്ക് UDF അനുകൂല ഇടക്ക് വന്നിട്ട് അവരനങ്ങുന്നില്ലല്ലോ. എപ്പോഴെങ്കിലും പരുഷമായിട്ട് പ്രതിപക്ഷം നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി ഈ ഗവൺമെൻറ് വിമർശിച്ചിട്ടുണ്ടോ? പിണറായി സർക്കാർ വിമർശിച്ചിട്ടുണ്ടോ? സഖാക്കളും വീട്ടിലോ? ഇല്ല. അവർക്ക് താരുണ്ട്. ഇന്നലെ ഈ അപ്പുറത്ത് പോകേണ്ടവരാണ്, അവർ പിണക്കണ്ടാകുന്നില്ല, അത് അവരുടെ കാഴ്ചപ്പാട്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണോ? അത് നിലനിൽക്കട്ടില്ലേ ഇന്ത്യയിൽ? 100 വർഷമായില്ലേ. നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇന്ത്യയിൽ നിന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഉള്ള ഫണ്ട് കിട്ടി, അതും കിട്ടി, ഡൽഹിയിൽ ഒരു ഓഫീസും കിട്ടി, അങ്ങനെ ഇരുന്ന് പോകാം. ആ പ്രായത്തിക്ക് വന്ന പടുവൃദ്ധകൾക്ക്, കിളവികൾക്ക്, കിളവന്മാർക്കൊക്കെ സൂഹിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ചാപിള്ള പോലത്തെ പ്രസ്ഥാനമായി പോയതിൽ അങ്ങേറ്റം ദുഃഖമുണ്ട്, സങ്കടമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റില്ലേ, മോർ ദാൻ 75 എവിടെയെല്ലാം ആകാം. ഇനി എത്ര കാലമുണ്ട്? വരും തലമുറയെ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? കേരളത്തിൽ പോലും ചെറുപ്പക്കാരായ മിടുക്കരായ എത്ര നിങ്ങൾ കൊടുക്കുന്നത്? ഇപ്പോൾ ഉള്ള എല്ലാം പടുവൃദ്ധന്മാർ, മുന്നണി കൺവീനർ, സെക്രട്ടറി, എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ദീർഘവീക്ഷമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇന്ത്യയിലുണ്ടോ? കേരളത്തിലുണ്ടോ? എന്താണ് രാജിവെച്ച് ചെയർമാൻ ഉണ്ടായിരുന്നല്ലോ CP, കുറേ വണ്ണോട്ടുന്നല്ലാതെ എന്തെങ്കിലും യുക്തിയോ? നിങ്ങൾ കണ്ടില്ല മോഹൻമാലി, അതാ പെരിന്തൽമണ്ണക്കാരൻ മോഹൻമാലിയിൽ പറഞ്ഞാൽ അത്ര കണ്ട് മണ്ടന്മാരാണ്. PC ജോർജ് ഭരിച്ചോ PC ജോർജാന്ന് പറഞ്ഞാണ്. കാരണം യാതൊരു ബോധവുമില്ല, ബോധ്യമില്ലാത്ത മണ്ട ശിരോമണികളിൽ ഒരു മണിയുണ്ടല്ലോ, 1 2 3 4 5 പറഞ്ഞ് കൊന്നയാൾ. ആ മണിയുടെ കൂടിയിൽ കൃത്യമായിട്ട് ആ വെള്ളപ്പൊക്കം ഉണ്ടാക്കി അവസാനം അടിയെ തൊരുന്ന് ആ നാശം വന്നത്. ഇതൊക്കെ കാണാൻ വേണ്ടിയില്ല. വാസ്തവത്തിൽ വലിയ സങ്കടമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ പറഞ്ഞുതരാം സഖാവെ. എൻ്റെ ബ്രദർ സെയ്ദ് മുഹമ്മദ്, മുണ്ടുക്കുളം ബാവ, എത്തിയിൽ അബൂബക്കർ, അരുമ്പിച്ചിരി മുസ്തഫ, നള്ളക്കാട്ട് നാരായണൻ നായർ, കൊല്ലംകുടി തോമസ്, ഇങ്ങനെയുള്ള 100 കണക്കിന് സഖാക്കളുടെ നിരന്തരമായ സഹകരണ പ്രവൃത്തി കൂടിയൊക്കെയാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അവരെന്താ ചെയ്ത്? ഒരു പൊതി മുറുക്കാനായിട്ട് വൈകിട്ട് 4 മണിക്കായിട്ട് ഇറങ്ങും, 6 മണിക്ക് യോഗത്തിൽ. അന്ന് ഇന്നത്തെ പോലെ പരിപാടിയൊന്നുമില്ല, മൊബൈലൊന്നുമില്ലല്ലോ, ഫോൺ വരെ ഇല്ല. അപ്പോൾ ഒരു പരിപാടി കഴിയുമ്പോൾ അവിടെ അടുത്ത പരിപാടി അവിടെ തന്നെ അനൗൺസ് ചെയ്യും. മെയിൻ സെറ്റ് അന്നുണ്ട് ഇല്ല, ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് പരിപാടി, അത് കാത്തുകൊണ്ടിരുന്നിട്ട് അവർ അവിടെ പോകും. അങ്ങനെ വളർത്തിയെടുത്ത പ്രസ്ഥാനമാണ്. അതിൽ നിന്ന് ഒന്നും നേടിയില്ല. അവരൊക്കെ അർത്ഥപട്ടിണിയെല്ലാം ജീവിച്ചും നഷ്ടപ്പെടുത്തിയതും. അങ്ങനെ ഞങ്ങളുടെ കാതമരിക്ക് അഭിമാനത്തെ പറയാം,
അങ്ങനെ വളർത്തിയെടുത്ത ഈ പ്രസ്ഥാനത്തെ ഒരു പറ്റം ധിക്കാരികളുടെയും അഹങ്കാരികളുടെയും കൊടുത്തപ്പോൾ ആ പ്രസ്ഥാനം നശിപ്പിച്ചതിന് ഉത്തരവാദി സഖാവ് നിങ്ങൾക്കും കൂടി ഇല്ലേ? നിങ്ങൾക്ക് കൂടി ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ നാളെ തന്നെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങണം, പറയണം, ഇങ്ങനെ ഒരു വീഴ്ച പറ്റി, അത് ഞാൻ തിരുത്താൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ഈ അൻവറിനെ കിൻവറിൻ്റെ ഒക്കെ ശബ്ദം അടപ്പിച്ച് കളയണ്ടേ? അൻവറിനെ ഏൽപ്പിച്ച് നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കിയാൽ അൻവർ ആരാണ് ഇവിടെ? ഒരു കോടീശ്വരൻ, ഒരു ബിസിനസ്സുകാരൻ. അത് രാഷ്ട്രീയപരമായിട്ട് എന്താ പറയും? എൻ്റെ ഉപ്പാപ്പ കോൺഗ്രസ് ആണ്, അതൊക്കെ സമ്മതിച്ചു. അല്ലാതെ എന്തുള്ള മണ്ടശിരോമണിയല്ലേ? അവസാനം ആ അൻവർ വേണ്ടി വന്നു. ഈ രാജാവ് നഗ്നാണെന്ന് പറയാൻ കൊച്ചു വന്നു പറയും പോലെ ആ അൻവർ വേണ്ടി വന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഈ ഭരണത്തിൻ്റെ പോരാഗ് ചൂണ്ടിക്കാണിക്കാൻ. അൻവറിൻ്റെയൊക്കെ നേതൃത്വം വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അൻവർ എന്ത് പോളിസി, ബിസിനസ് സംബന്ധം ലാഭമല്ലാതെ എന്താണ് ഒരു ആദർശപരമായിട്ട് പോളിസി വല്ലതും ഉണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാണോ? അപ്പോൾ അൻവറിനെ പോലുള്ളവരെ ഏൽപ്പിച്ച് നിങ്ങൾ മാറി നിൽക്കുകയാണ്. അത് അങ്ങേറ്റ സങ്കടമുണ്ട്. നിങ്ങൾ ധീരനെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ആ തെറ്റ് തിരുത്തിയിട്ട് അൻവറിൻ്റെയൊക്കെ വായടപ്പിക്കണം. തെറ്റ് നിങ്ങൾ പറയണം, മാറ്റണം, അതേ തരൂ. അപ്പോൾ മാറ്റാനും പറ്റാത്ത അവസ്ഥയിൽ മാറ്റാതിരിക്കാനും പറ്റാത്ത അവസ്ഥയായി ആ LDF എന്ന മുന്നണി ശിഥിലമായി പോകാണ്. ഞങ്ങൾ ഇപ്പോഴത്തെ മുന്നണി വെച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, ഞങ്ങൾക്ക് നല്ലതാണ്, തെറ്റൊന്നുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല. കാരണം വ്യക്തിവിരാഗത്തെ പേരിലൊക്കെ കമ്മ്യൂണിസ്റ്റ് നശിച്ചാൽ അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച ഒരു ശക്തമായ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. CPM മാത്രമല്ല, CPI ഒക്കെ. ആ കമ്മ്യൂണിസ്റ്റ് നശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞത് അല്ലേ, ഞങ്ങളുടെ ഇപ്പോഴത്തെ പാർട്ടി ലാഭത്തിൽ LDF ശിഥിലമായി പോകുന്നത് നല്ലത്, അങ്ങനെയുള്ള കരുക്കൾ നീക്കാതെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ഒന്നുകൂടി ജനങ്ങളുടെ കഷ്ടപ്പാട് മാറ്റണം, ജനം കൂടി പ്രവർത്തിക്കണം. ഇപ്പോൾ നിങ്ങൾക്കല്ലോ തമിഴ്നാട്ടിൽ ചെല്ലി എന്താ സുഖമാണ്, കറണ്ട് ചാർജ്, വെള്ള ചാർജ്, മറ്റേ ചാർജ് വീട്ടിലേക്ക് എന്തെല്ലാം ആനുകൂല്യമാണ്. കറണ്ട് ചാർജ് ഇവിടുത്തെ 4 ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് നാള് എൻ്റെ സുഹൃത്ത് ഇദ്ദേഹം പറഞ്ഞ പോലെയാണ്. നമ്മൾ 14% ഈ ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തിക്കൊണ്ട് പോകുന്നത് 17,000 കോടിയായിട്ട് നഷ്ടമുണ്ട്. ആ 17,000 കോടി ഉണ്ടെങ്കിൽ എല്ലാ വീടുകൾക്കും തെർമൽ പ്ലാന്റ് അല്ലെങ്കിൽ മറ്റേ ചാനൽ വെച്ച് കൊടുക്കാം, സോളാർ പാനൽ ഫ്രീ ആയിട്ട് കറണ്ട് കിട്ടും. അങ്ങനെ നഷ്ടപ്പെട്ട് 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഒന്ന് KSEB, ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡും, ഒന്ന് പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി ബോർഡും KSRTC രണ്ടും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കും. ഒരു കാര്യം പറഞ്ഞാൽ നിർത്താണ്, അത് ബഹുമാനപ്പെട്ട മന്ത്രി റിയാസിനോടാണ്. അത് മറ്റൊന്നുമില്ല, ആലുവയിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്ന പ്രൈവറ്റ് റൂട്ടല്ല, ട്രാൻസ്പോർട്ട് റൂട്ടിൽ, ഇത് മാറമ്പള്ളി വഴിയുള്ള ട്രാൻസ്പോർട്ട് റൂട്ടിൽ, അതിൽ മുടിക്കൽ അല്ലെങ്കിൽ മാറമ്പള്ളി മുതൽ കുട്ടമശ്ശേരി വരെയുള്ള 6-8 കിലോമീറ്റർ ദൂരം റോഡ് മോശമായിട്ട് വളരെ നാളായി. അത് PHD റോഡ് ടാർ ചെയ്ത് പോയ ശേഷം വാട്ടർ അതോറിറ്റിയാണ് കുത്തിപ്പൊട്ടിക്കുക. അവർ നന്നാക്കണമെന്നാണ് PW പറയുന്നത്. ഇത് പറഞ്ഞ റോഡ് PW ആണ്, PW നന്നാക്കിയിട്ട് വാട്ടർ അതോറിറ്റിയാണ്. ഏത് അതോറിറ്റി ആയാലും പറ്റില്ല, അതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും വെറുതെ നോക്കിയിരിക്കാൻ പറ്റില്ല. ശക്തമായ സമയത്തിറങ്ങും, എല്ലാ രീതിയിലും പ്രവർത്തിക്കും. അങ്ങനെ അവസ്ഥ ഉണ്ടാക്കില്ലേ എന്ന് ആദ്യമായിട്ടും അവസാനമായിട്ടും വിനയത്തോടി മന്ത്രിയോട് അറിയിച്ചുകൊണ്ടും മറ്റു ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥരോട് അറിഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കിൽ നിർത്താം. ഞങ്ങൾക്ക് ഒരായിരം നന്ദി. ജയ് ഹിന്ദ്.